അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഈ ക്രിസ്മസിന് ഗസയിൽ ആഘോഷങ്ങളില്ല എന്ന് അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഗസ, ഫിലസ്തീൻ, ക്രൈസ്തവരും മുസൽമാന്മാരും ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ആ പ്രദേശത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ഈ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ നാട് അധിനിവേശം ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസിന് ആഘോഷമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 5 ബത്ലഹേം എന്നറിയപ്പെടുന്ന ബൈത്തുൽ ലഹം, അതുൾപ്പെടുന്ന ജെറൂസലേം, ഫിലസ്തീനിലെ അവിടുത്തെ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച് പുരോഹിതൻ മുന്തർ ഇസാഖ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ദിസ് ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആർ ക്യാൻസൽഡ് ഫോർ ഒബ്വിയസ് റീസൺസ്. വ്യക്തമായ കാരണങ്ങളാൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു. It is impossible to celebrate while our people in Gaza are going through a genocide. ഞങ്ങളുടെ ഗസയിലെ മനുഷ്യർ ഒരു വംശീയമായ ഉന്മൂലനം, ജനോസൈഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കെ ആഘോഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. When children are being massacred in such a brutal manner, ഇത്രയും ക്രൂരമായ, തുല്യതയില്ലാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ നിരന്തരമായി അരുംകൊല ചെയ്യപ്പെട്ടിരിക്കെ അതെങ്ങനെ സാധ്യമാകും?
all the heads of the churches in Jerusalem decided that Christmas celebrations will be mainly prayers with no festive celebrations. അതുകൊണ്ട് ഫിലസ്തീനിലെ എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും പള്ളിമേധാവികൾ ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു, ക്രിസ്മസ് ആഘോഷം എന്നത് വിൽ ബി മെയിൻലി പ്രേയേഴ്സ്, പ്രാർത്ഥനകൾ മാത്രമായിരിക്കും, വിത്ത് നോ ഫെസ്റ്റീവ് സെലിബ്രേഷൻസ്, ആഘോഷത്തിൻ്റെ ഭാഗമായ ഒന്നും ഉണ്ടാവുകയില്ല. ഉത്സവഛായയില്ലാതെ സന്തോഷങ്ങളില്ലാതെ പ്രാർത്ഥനയിൽ മാത്രമായിരിക്കും ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് അവർ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ അറിയേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഗസയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളിലും വലിയ വലിയ ചരിത്ര പാഠങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു ഫിലസ്തീനിലെ മനുഷ്യർ ജീവിച്ചിരുന്നത് എന്നതിൻ്റെ കൃത്യമായ പാഠം. അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പേരുകൾ നിങ്ങൾ നോക്കുക. അവർക്കൊക്കെ ഒരു മതമുണ്ട്. ആ മതത്തിൻ്റെ പേരും ക്രിസ്തു മതം എന്ന് തന്നെയാണ്. അതേസമയം ബൈത്തുൽ മുഖദ്ദിസിന്റെ പരിസരത്ത് ജീവിക്കുന്ന ക്രൈസ്തവ മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം, സ്നേഹം, തആയുഷ്, അവർ തമ്മിലുള്ള ഒത്തുജീവിതം എത്രമേൽ കൃത്യതയോടെ തുടർന്നിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും എന്നത് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠമാണ്. കേരളത്തിലെ ക്രൈസ്തവരെ കൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ പുതിയ പാഠം. അവർ തുറന്നു പറയുന്നു, ഞങ്ങൾ ഇപ്രാവശ്യം പുൽക്കൂട് ഒരുക്കുന്നത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ വേസ്റ്റ് കുന്നുകൂട്ടിയിട്ട് അതിനിടയിൽ ഉണ്ണിയേശുവിനെ ഫിലസ്തീൻ കഫിയ പുതപ്പിച്ചാണ് കിടത്തുക. അങ്ങനെയല്ലല്ലോ സാധാരണ ക്രിസ്മസിന്റെ പുൽക്കൂട് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കും അറിയാം. റബിൾസിനിടയിൽ, തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുക്കുന്ന കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ ഹൃദയം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പള്ളികളും തകർക്കപ്പെട്ടു. ഞങ്ങളുടെ ആളുകളെയും ഇസ്രായേൽ സൈന്യം നേർക്കുനേരെ വന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ ദേവാലയങ്ങൾ മാത്രമല്ല, സ്കൂളുകളും ഞങ്ങളുടെ ആശുപത്രികളും ഗസയിൽ തകർക്കപ്പെട്ടു. ഇത്രയും ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കെ, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അവർ വലിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കെ, ഞങ്ങളുടെ സ്ത്രീകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ അവരുടെ ആവാസ ക്രമത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടിരിക്കെ, അഭയാർത്ഥികളാക്കപ്പെട്ടിരിക്കെ, ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് നമ്മളറിയണം. യേശു ജനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ആ ജനിച്ച സ്ഥലത്ത് പണിത പള്ളിയും, ശേഷം അവരുടെ വിശ്വാസപ്രകാരം ഐസയെ കുരിശിലേറ്റിയ ശേഷം പിന്നീട് അടക്കം ചെയ്ത പള്ളിയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കുന്ന ചർച്ച് ഓഫ് റെസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പള്ളിയും ബൈത്തുൽ മുഖദ്ദിസിന്റെ ഇരുവശങ്ങളിലുമാണ്. അത് അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ക്രമം വേറെയാണ്, നമുക്കറിയാം. തണുത്ത എല്ല് മരവിപ്പിക്കുന്ന അത്തരമൊരു ഡിസംബർ മാസത്തിലല്ല ഈസയുടെ ജനനമുണ്ടായെന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈത്തപ്പന പഴുത്ത് പാകമാകുന്ന, ഈത്തപ്പഴങ്ങൾ പഴുത്ത് പാകമാകുന്ന നല്ല ചൂട് കാലത്താണ് ഈസയുടെ ജനനമുണ്ടായെന്ന് ഖുർആൻ തന്നെ കൃത്യമായിട്ട് മറിയം ബി റളിയല്ലാഹു തആല അൻഹയോട് വഹുസി ഇലൈകി ബിജിദിൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയ, അതുകൊണ്ട് നീ ഒട്ടും ആശങ്കപ്പെടേണ്ട, ഭയപ്പാട് വേണ്ട. നീ ഇപ്പോൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ഈത്തപ്പന മരത്തെ പിടിച്ച് കുലുക്കുക. പഴുത്ത് പാകപ്പെട്ട ഫ്ലഷിയായിട്ടുള്ള മാംസളമായ ഈത്തപ്പഴങ്ങൾ നാഥൻ നിനക്ക് വീഴ്ത്തിത്തരുമെന്ന് ഖുർആൻ പറയുന്നതിൽ ആ കാലത്തെ കൃത്യമായി നിർണയിക്കുന്നു. നല്ല ചൂടുകാലത്തെ ഈത്തപ്പഴം പഴുക്കൂ. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. താൻ ഈസാ നബിയെ യഹൂദർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല, സദൃശനായ ഒരാളെ അവർ കൊന്നുകളയുകയാണ് ചെയ്തത് എന്നും അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തിയെന്നും വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു. എന്തായിരുന്നാലും ഈ വിശ്വാസപ്രകാരം ഈസാ നബി ജനിച്ച സ്ഥലത്ത് നിൽക്കുന്ന പ്രാധാന്യമുള്ള ബസലിക്കയും, പിന്നീട് അവരുടെ വിശ്വാസപ്രകാരം ഈസാ നബി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം നടത്തിയ ചർച്ച് ഓഫ് റിസറക്ഷൻ
ഉയർത്തെഴുന്നേൽ പള്ളിയുമെല്ലാം ബൈത്തുൽ മുഖ്സിന്റെ 2 വശങ്ങളുമാണ്. ഈ ഉള്ളവൻ അത് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് അവർക്ക് ഏറെ പുണ്യമുള്ള, അവരുടെ വിശ്വാസപ്രകാരം അവർക്കും ഏറെ പുണ്യമുള്ള സ്ഥലമാണ്. ഈസയുമായി അല്ലെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രിസ്മസ് ആഘോഷമുള്ളത്. പക്ഷെ അവർക്കത് ആഘോഷിക്കാൻ കഴിയാത്തത്ര അവരും ഈ പറയുന്ന അവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളും അത്രമേൽ അടുത്ത ബന്ധമുള്ളവരാണ്. അത്രയും സ്നേഹമസൃണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളും ഈ ദുരന്തത്തിന്റെ ഇരകളായി മാറിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കേട്ടു, ഈ പറയുന്ന യഹൂദർ ഇസ്രായേലി സൈന്യം ബൈത്തുൽ മുഖദ്ദിസ് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെന്നും അത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രദേശത്ത് ഫിലസ്തീനിൽ ക്രൈസ്തവരും മുസൽമാന്മാരും ഇല്ലാതാവുകയാണ് ചെയ്യുക എന്നും അവിടത്തെ അറിയപ്പെടുന്ന ക്രൈസ്തവ പാതിരി തന്റെ ക്രൈസ്തവ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ മുസ്ലിം സഹോദരന്മാരുടെ കൂടെ തോളോട് തോട് നിൽക്കണമെന്ന് കൽപ്പിച്ച കൽപ്പനയും നമ്മൾ ഒക്ടോബർ 7 ശേഷം കേട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹമുണ്ട് അവിടെ. ഈ പാരസ്പര്യം സാധ്യമാകുന്ന ഒരു ക്രമം ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നും അത് അംഗീകരിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു കാലങ്ങളായിട്ട് എന്ന് ഇപ്പോഴും ഉണ്ടെന്നും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയണം, കഴിഞ്ഞ ഡിസംബർ 19 പോപ്പ് ഫ്രാൻസിസ് അവറുകൾ നടത്തിയ പ്രസ്താവന ഈ ക്രിസ്മസ് വേദനയുടെയും വിലാപത്തിൻ്റെതുമാണ്. ഗസക്ക് വേണ്ടതെല്ലാം സഹായമായി നൽകണമെന്ന് ക്രൈസ്തവ സമൂഹത്തോട് പോപ്പ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടക്കണമെന്നും ബന്ദികളുടെ കൈമാറ്റം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായി നമുക്ക് വായിക്കാം. ഇത് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയാകേണ്ടുന്ന അടിസ്ഥാനപരമായ വർത്തമാനങ്ങളാണ്. ഇസ്ലാമിക സമൂഹം ഇതിനെക്കുറിച്ചും പഠിക്കണം. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഗസയിലെ ക്രൈസ്തവ നിലപാട് വരുന്നു, മറുഭാഗത്ത് ലോക ക്രൈസ്തവ സമൂഹത്തിന് നേതൃത്വം എന്ന് അംഗീകരിക്കപ്പെടുന്ന പോപ്പിന്റെ പ്രസ്താവനയും വന്നിരിക്കുന്നു. അതേസമയം മറുഭാഗത്ത് ദിനേന ടൺ കണക്കിന് വെടിക്കോപ്പുകളും മാരക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അസ്ഥി ഉരുക്കുന്ന ഫോസ്ഫറസ് രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയി ചൊരിയാൻ ഇസ്രായേലിന് ദിനേന നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ നമ്മൾ കാണുന്നു, സഖ്യസേനകയും. അതും ഒരു ക്രൈസ്തവ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കൂട്ടരാണ്. ബൈഡനുമുണ്ടൊരു വിശ്വാസം, നേരത്തെ ഭരിച്ച ട്രംപിനുമുണ്ടൊരു മതവിശ്വാസം. ഫിലസ്തീനിൽ ഇസ്രായേലിനെ കുടിയിരുത്തിയ അക്കാലം മുതൽ അന്ന് ഉള്ള അമേരിക്കൻ, ബ്രിട്ടൻ, ജർമ്മനി നേതൃത്വങ്ങളായ ഭരണാധികാരികൾക്കുണ്ടൊരു മതവിശ്വാസം. അതും ക്രൈസ്തവ മതവുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടത്. ഇങ്ങനെ രണ്ടിനം ക്രൈസ്തവതയെ കൃത്യമായി സമൂഹത്തിന് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു ചരിത്രം കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടിനം ക്രൈസ്തവതയെ അടയാളപ്പെടുത്തുന്നു ഖുർആൻ. അപ്പോൾ മുസ്ലിം സമുദായം ഖുർആൻ പഠിക്കുമ്പോൾ ചരിത്രത്തിന്റെ പിൻബലത്തിൽ ഇതുകൂടി അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഒരു അറിവ് ഈ പശ്ചാത്തലത്തിൽ ഗസയിൽ നടക്കുന്ന ഈ ക്രൂരതയുടെ മർമ്മങ്ങളെ, വേരുകളെ, സയനിസ്റ്റ് ലോബിയുടെ ക്രൂരതകളെ പഠിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം കേരളത്തിലെ വലതുപക്ഷ തീവ്ര ക്രൈസ്തവ നിലപാടുകളുടെ അടിസ്ഥാനവും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കാസ എന്ന പേരിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധത്തിന്റെ സംഘപരിവാര വേഴ്സൺ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവിടെ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ജനോസൈഡിന്റെ, വംശീയ ഉന്മൂലനത്തിന്റെ അവസ്ഥകളെ പ്രതിരോധിക്കുന്ന രംഗത്തുള്ള ക്രൈസ്തവരെ കാണുന്നു. അതുകൊണ്ട് അവർ ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെക്കുന്നു. എങ്കിൽ ഗസയിലെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന കാഴ്ച കണ്ട് തട്ടാസിക്കുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തെ നമുക്ക് കാണാം. കേരളത്തിലെ വലതുപക്ഷ തീവ്ര ക്രൈസ്തവ വിഭാഗത്തെ അങ്ങനെ നമുക്ക് അവരടയാളപ്പെടുത്തി, നമ്മളായിട്ട് കാണണ്ട, അവരടയാളപ്പെടുത്തി തരും. അതിന്റെ വല്ല അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ചാനലുകളിൽ അവിടുത്തെ ഹമാസിനെയും മുസ്ലിമീങ്ങളെയും നിന്ദിക്കുന്ന ഒരുപാട് കെട്ടുകഥകളും കള്ളക്കഥകളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ കേരളത്തിലെ അറിയപ്പെടുന്ന ക്രൈസ്തവ പത്രമായ ദീപികയിലും സമാനമായ ഒരുപാട് വാർത്തകൾ വായിക്കും. അതിനൊട്ടു നിൽക്കുന്ന വേറെയും പത്രങ്ങളുണ്ട് കേരളത്തിൽ. പലപ്പോഴും നിസ്കാരത്തഴമ്പുകാരായ മാന്യന്മാരുടെ ഗേറ്റിൽ രാവിലെ വന്ന് വീഴുന്ന അത്തരം പത്രങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം പഠിച്ചു വെക്കണമെന്ന് വിനയപുരസർ ഉണർത്തുകയാണ്. അതുകൊണ്ട് ബഹുമാന്യനായ പോപ്പ് പറഞ്ഞത് ഇവർക്ക് ബാധകമാവില്ല.
അത് അമേരിക്കയിലെ ബൈഡനും കൂട്ടർക്കും ബാധകമാവില്ല. അത് അതിൻ്റെ വഴിക്ക് നീങ്ങും, ഇവർ ഈ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോകത്ത് രണ്ട് തരം ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് വളരെ കൃത്യമായി ഉരുത്തിരിഞ്ഞു കിട്ടുകയാണ് നമ്മുടെ മുമ്പിൽ. നേരത്തെ അത് ഉരുത്തിരിഞ്ഞതാണ്. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം കൃത്യമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് കൂടി പറഞ്ഞ വർത്തമാനങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയാണത് സാധ്യമാവുക, എങ്ങനെ ഇപ്പോൾ ഇത് സാധ്യമായി എന്നും കൃത്യമായി ഖുർആൻ പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിനുമ്പ് ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു ജനിച്ച സ്ഥലം ഈ പറഞ്ഞ ഫിലസ്തീനിലാണ്. അവിടെ വിശ്വാസപ്രകാരം ഉയർത്തെഴുന്നേൽപ്പും അവിടെയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് തീർത്ഥാടന പുണ്യമുള്ള ഇടമായിട്ടാണ് ഫിലസ്തീനിനെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ കാണുന്നത്. ആ പ്രദേശം ഉൾപ്പെടുന്ന ഈ ഫിലസ്തീൻ ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഭരണകാലം മുതൽ ഇസ്ലാമിന്റെ കയ്യിലായിരുന്നു. AD 634 മുതൽ 644 വരെ 10 വർഷക്കാലമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം രണ്ടാമത് ഖലീഫ ഖിലാഫത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. ആ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദിസും മസ്ജിദുൽ അഖ്സയും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശമെല്ലാം ചേർന്ന് വരുന്ന ആ സ്ഥലം ഇപ്പറഞ്ഞ ക്രൈസ്തവന്റെ തീർത്ഥാടന കേന്ദ്രം വരെ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് പിന്നീട് അബ്ബാസി ഖലീഫമാരും സൽജൂക്കുകളും അതിനിടക്ക് ഫാത്തിമികളുമൊക്കെ ഈ പ്രദേശത്തിന്റെ ഭരണം നേതൃത്വം കൊണ്ടു നടക്കുകയും ഈ പുണ്യകേന്ദ്രത്തെ മുസ്ലിം സമൂഹത്തിന്റെയും ക്രൈസ്തവരുടെയും യഹൂദരുടെയും ഒക്കെ പുണ്യകേന്ദ്രത്തെ എല്ലാവർക്കും വരാനും അവരുടെ അർത്ഥനകൾ നടത്താനും അവരുടെ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ പോകാനും ഒക്കെയുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി നീണ്ടകാല ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ചരിത്രം ഇങ്ങനെയൊക്കെ പഠിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ അവിടെ മുമ്പേ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറാഖിൽ നിന്ന് ഹിജ്റ ചെയ്ത് ഫിലസ്തീൻ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവർ കനാനീങ്ങളായിരുന്നു എന്നും ആ കനാനീങ്ങൾ അറബികളായിരുന്നു എന്നും അതൊരിക്കലും ഇവരുടെ ആരുടെയും പാരമ്പര്യ ഇടമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യവും കൂടി മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം ഒരു നീണ്ട കാലം കൊണ്ടു നടന്ന മുസ്ലിമീങ്ങളാണ്. അവിടെ ക്രൈസ്തവർക്ക് പ്രവേശനമുണ്ടായിരുന്നു, യഹൂദർക്ക് പ്രവേശനമുണ്ടായിരുന്നു. അവരവർക്ക് പുണ്യകരമായി ഇടങ്ങളിൽ പ്രാർത്ഥിക്കാനും അവിടെ സ്വസ്ഥമായി ജീവിക്കാനും അവകാശമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്ന പുണ്യസ്ഥലത്തേക്ക് ജെറൂസലേമിലേക്ക് ക്രൈസ്തവർ തീർത്ഥാടനത്തിന് വന്നുകൊണ്ടിരിക്കെ തന്നെ കടന്നു വരുന്ന വഴികളിൽ ചില ബദുക്കൾ അഥവാ ചില ഗോത്രങ്ങൾ അവർ കൊള്ള സംഘങ്ങളായി കൊണ്ട് തീർത്ഥാടന സംഘങ്ങളെ കൊള്ളയടിക്കുമായിരുന്നു. മുസ്ലിം സമൂഹം ഹജ്ജിനും ഉംറക്കും മക്ക മദീനയിലേക്ക് പോകുമ്പോൾ ഇത് സംഭവിക്കാറുണ്ടായിരുന്നു. മുമ്പ് കാലത്ത് അങ്ങനെ വഴിയിൽ കൊള്ളക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. അപ്പൊ ഈ തീർത്ഥാടനത്തിന് വരുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളെ ഭരണകൂടത്തിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തി തുരുത്താൻ ശ്രമിച്ചാലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായും ഇല്ലാതാവില്ല. മരുപ്പറമ്പിലെ വനാന്തർഭാഗത്ത് തമ്പടിച്ച് അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ക്രമേണ സംഭവിച്ച കാര്യം ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തീർത്ഥാടനത്തിന് വരുന്ന ക്രൈസ്തവർ ആയുധങ്ങളുമായിട്ട് വരാൻ തുടങ്ങി. അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് ക്രമേണ മുന്നോട്ട് പോയപ്പോൾ ഈ ആയുധം കയ്യിൽ പിടിക്കുന്നവർക്ക് പല തോന്നലുണ്ടാകാമല്ലോ. അതുകൊണ്ട് ഇവർ കടന്നു വരുന്ന വഴിയിലെ മുസ്ലിമീങ്ങൾക്ക് ഇത് വലിയ പേടിയുള്ള അവസ്ഥയായി. അങ്ങനെ വന്നപ്പോ 1080 AD 1080 സൽജൂക്ക് ഖലീഫ അവിടെ ഭരിക്കുന്ന ഖലീഫ ആയുധങ്ങളുമുള്ള തീർത്ഥാടനം നിരോധിച്ചു. ഈ സംഭവം ഇപ്പോൾ പറയുന്നത് ചരിത്രം വലിയ താല്പര്യമില്ലാത്തവർക്ക് ഇത്തിരി പ്രയാസം ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ ഇത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഫിലസ്തീൻ ജെറൂസലേമിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന ക്രൈസ്തവ സംഘങ്ങൾ ആയുധം കയ്യിൽ വെച്ച് വരരുത്, നിരായുധരായി തീർത്ഥാടനത്തിന് വരണം എന്ന കൽപ്പന ഖലീഫ കൊടുത്തത്. പക്ഷെ ഈ കൽപ്പനയെ മുതലെടുത്തുകൊണ്ട് തീർത്ഥാടനത്തെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വികാരം ഇളക്കിവിടാൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായി. ഇങ്ങനെയാണ് വർഗീയത ഉണ്ടാവുക എന്നും പഠിക്കണം. ന്യായമായ കാരണങ്ങളുടെ പേരിൽ കൊണ്ടുവരുന്ന ചില നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാൻ പറ്റും. അങ്ങനെ ദുരുപയോഗം ചെയ്തു. മധ്യേഷ്യയും ആഫ്രിക്കയും സ്പെയിനും വഴി യൂറോപ്പ് കൈവശമാക്കുന്ന യൂറോപ്പിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിന്റെ ആ അധികാര സംവിധാനത്തെ തടയാൻ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ക്രൈസ്തവ ഭരണാധികാരികളും അത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാരും ഇതൊരു തന്ത്രമാക്കി എടുത്തിട്ട് ഫിലസ്തീൻ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണമെന്ന തീരുമാനമുണ്ടാക്കി.
ആ തീരുമാനം പ്രഖ്യാപിച്ചത് പോപ്പ് അർബൻ രണ്ടാമനാണ്. 1905 മാർച്ചിൽ അദ്ദേഹം കുരിശുദ്ധത്തിന് കൽപ്പന കൊടുത്തു. ഓർഡേഴ്സ് ദ ഫസ്റ്റ് ക്രൂസൈഡ്. ആദ്യത്തെ കുരിശുദ്ധത്തിന് കൽപ്പന പ്രഖ്യാപിച്ചത് പോപ്പ് അർബൻ രണ്ടാമനാണ് 1905. അങ്ങനെ ക്രിസ്തുവിന്റെ കല്ലറയും പുണ്യസ്ഥലം ഉൾപ്പെടുന്ന ജെറൂസലേം മുസ്ലിങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും യുദ്ധത്തിന് ഒരുങ്ങണം. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ പങ്കെടുത്താൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഇതിൽ മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും പോപ്പ് വാഗ്ദാനം ചെയ്തു. ഭരണകൂടങ്ങൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. കുരിശ് ഏന്തി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അടിമകൾക്ക് മോചനം നൽകുമെന്നും അതുപോലെ തന്നെ കർഷകർക്ക് കടാശ്വാസം നൽകുമെന്നും അടിയാന്മാർക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഡച്ച് തെരുവുകളിൽ അത് വലിയ വൈകാരികമായ ചലനങ്ങൾ ഉണ്ടാക്കുകയും പുരോഹിതന്മാർ ഈ പറയുന്ന പോപ്പിന്റെ തിട്ടൂരവുമായി ഇറങ്ങി നടക്കുകയും. അങ്ങനെ ജെറൂസലേമിലെ മുസ്ലിമീങ്ങൾ ക്രൈസ്തവരോട് കാണിക്കുന്ന ഇല്ലാത്ത ക്രൂരതകൾ എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് പ്രചരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമാണ്. വസ്തുതകൾ അറിയാൻ മറ്റു മാർഗങ്ങളില്ല, വാർത്താവിനിമയ സംവിധാനങ്ങളുമില്ല, പോക്കുവരവ് അത്ര വേഗത്തിൽ സാധ്യവുമല്ല. അത്തരം ഒരു കാലത്ത് ഈ പറയുന്ന ഹെയ്റ്റ് പ്രചരിപ്പിക്കലിന്, വെറുപ്പ് പ്രചരിപ്പിക്കലിന് എത്രമേൽ വസ്തുതാപരമായ അടിസ്ഥാനങ്ങൾ കണ്ടെത്താതെ ആളുകൾ അംഗീകരിച്ചു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാം വിരുദ്ധ, മുസ്ലിം വിരുദ്ധ ക്രൈസ്തവ ചേരി പ്രകടമായി വിസിബിളായി രംഗത്ത് വന്നു. ഇങ്ങനെ ഒരു ചരിത്രം പഠിക്കണം മുസ്ലിമീങ്ങൾ. ഇസ്ലാം വായിക്കുമ്പോൾ ഈ ചരിത്രവും അറിഞ്ഞിരിക്കണം. ചരിത്ര പാഠങ്ങളെ ഭയപ്പെടേണ്ടതില്ല. വസ്തുതകളെ വസ്തുതയായിട്ട് പഠിക്കണം. ഇനിയും നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവണം. അങ്ങനെ ഒരു ചേരി രംഗത്ത് വരികയും പോപ്പിന്റെ പതാകയുമായിട്ട് ഒരു യുദ്ധത്തിന് വരികയും ചെയ്തു. 3 ലക്ഷം ആളുകളാണ് അന്ന് ഫിലസ്തീനിലെ മുസ്ലിമീങ്ങൾക്കെതിരെ ക്രൈസ്തവ കുരിശു പടയുടെ ഭാഗമായിട്ട് അന്ന് വന്നത്. എത്ര വർഷം മുമ്പാണ്, നൂറ്റാണ്ട് മുമ്പാണ് മനസ്സിലാക്കണം. ഡോക്ടർ ഹസൻ ഇബ്രാഹിം ഹസൻ തന്റെ താരിഖുൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഈ പടയുടെ വരവുമട എണ്ണമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി. അങ്ങനെയാണ് കുരിശ് യുദ്ധം എന്ന ഒരു ചരിത്രം അടയാളപ്പെടുത്തുന്നത്. മതപരമായ കാരണങ്ങൾ ഉയർത്തിയാണ് യുദ്ധം തുടങ്ങിയത്. മതപരമായ കാരണങ്ങൾക്കപ്പുറത്ത് സാംസ്കാരികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ കാരണം ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ എന്ന് കൃത്യമായി ചരിത്രം അടയാളുന്നു. ബഹുമാന്യനായ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുജി പറയുന്നുണ്ട്, ഇതിന് വാണിജ്യപരമായ പ്രാധാന്യമുണ്ട് ഈ കുരിശുദ്ധത്തിന്. അവർക്ക് കച്ചവട നേട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇന്നും ഫിലസ്തീനിന്റെ മണ്ണിൽ ഈ പറയുന്ന യഹൂദരെ കുടിയിരുത്തി ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കിയിട്ട് അവര് പരാജയപ്പെടുമ്പോഴും അവരെ കൂടെ നിന്നുകൊണ്ട് അമേരിക്ക യുദ്ധം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ അറിയണം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം. ഇത് പഠിക്കാതെയാണ് മുസ്ലിമീങ്ങൾ ഇപ്പോൾ ഇടപെടേണ്ടവർ അഴകുഴമ്പ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന GCC രാജ്യം ഉൾപ്പെടുന്ന അതിന്റെ ഹൃദയത്തിൽ ഇസ്രായേൽ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കയാണ് വില്ലൻ എന്ന കാര്യം ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ആ നിലക്കൊരു വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. അതുകൊണ്ട് കേവലം മതപരമായ വിഷയമായി എല്ലാ വർഗീയതകളും അങ്ങനെയാണ് ഉണ്ടാവുക, മതപരമായിട്ടാണ് ഉയർത്തുക. സംഘപരിവാരവും അങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക. പിന്നിലെ താപ്പും ലാക്കും വേറെയാണ്. ഇതുപോലെ വംശീയമായ ഉന്മൂലനം, വർഗീയമായ നിലപാടുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ, സർവോപരി വാണിജ്യപരമായ കച്ചവട താല്പര്യം, ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഈ കുരിശു പടയുമായി രംഗത്ത് വന്ന് ഫിലസ്തീനെ ആക്രമിക്കുന്ന ക്രൈസ്തവർ നേർക്കുനേരെ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ യുദ്ധം നടക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഈ കുരിശ് യുദ്ധം എന്ന പേര് മുസ്ലിമീങ്ങൾക്കെതിരെ നടന്ന യുദ്ധങ്ങൾക്ക് മാത്രമല്ല അവർ കൊടുത്തിരിക്കുന്നത്, മറിച്ച് പോപ്പിന്റെ അധികാര സ്വാധീനങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ അതിനെതിരെയുള്ള അവിശ്വാസികൾ ആരൊക്കെയുണ്ടോ അവരെ ഇല്ലാതാക്കുമ്പോഴും കുരിശുദ്ധം എന്ന പേര് തന്നെയാണ് ആ യുദ്ധത്തിന് കൊടുത്തിരുന്നത്. കാത്തലിക് അല്ലാത്ത വിധ ക്രിസ്ത്യൻ അവാന്തര വിഭാഗങ്ങൾക്കെതിരെ നടന്ന എല്ലാ യുദ്ധങ്ങൾക്കും ചരിത്രം നൽകിയ പേര് കുരിശുദ്ധം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ അത് രംഗത്ത് വന്നു. AD 1096 മുതൽ 1292 വരെ 200 കൊല്ലത്തിലധികം കാലം. ഹിജറ വർഷം 489 മുതൽ 690 2 നൂറ്റാണ്ട് കാലം മുസ്ലിം ഭരണകൂടങ്ങൾക്ക് നേരെ പലപ്പോഴായി നടന്ന ഒരു നീണ്ട യുദ്ധങ്ങളുടെ ശൃംഖലയാണ് സഹോദരന്മാരെ കുരിശ് യുദ്ധം. 2 നൂറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്?
ഗസയിൽ ഫിലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം 75 കൊല്ലം കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ നീണ്ട കാലം ഇങ്ങനെ യുദ്ധത്തിന്റെ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഫിലസ്തീന്റെ വിമോചനം എന്ന പേരിൽ മുസ്ലിം വംശഹത്യ നടത്തിയ ഒരു ക്രൈസ്തവ സമൂഹത്തെ, ഒന്നാം കുരിശുദ്ധത്തിന്റെ കൂട്ടക്കൊലയെക്കുറിച്ച് ചരിത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പടയാളികളെ മാത്രമല്ല കൊന്നുകളഞ്ഞത്, കുരിശുയോദ്ധാക്കൾ കൊന്നൊടുക്കിയത് സാധാരണക്കാരായ ആളുകളെ കൂടിയായിരുന്നു. കുരിശുദ്ധത്തിന് മുമ്പ് ജെറൂസലേമിൽ ആ നഗരത്തിലെ ജനസംഖ്യ 70,000 ആയിരുന്നു എങ്കിൽ ഒന്നാം കുരിശുദ്ധം കഴിഞ്ഞപ്പോൾ ജനസംഖ്യ 30,000 ചുരുങ്ങി. പകുതിയിലധികം ആളുകളെ കൊന്നുകളഞ്ഞു. മസ്ജിദ് അക്സയിൽ ഉള്ളിൽ അഭയം തേടിയവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ കുട്ടികളെ ഉൾപ്പെടെ കണ്ണിൽ കണ്ടവരെല്ലാം കൊന്നുകളഞ്ഞു. ജൂതന്മാരെയും വെറുതെ വിട്ടില്ല. ഫിലസ്തീനിൽ ജീവിച്ചിരുന്ന യഹൂദർ സിനഗോഗുകൾ അഭയം തേടി, അവരുടെ ജൂത ദേവാലയങ്ങൾ അത് പൂട്ടിയിട്ട് അതിനകത്തിട്ട് തീ വെച്ച് കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഒരു ക്രൂരത അരങ്ങേറി ഒന്നാം കുരിശുദ്ധം മുതൽ ഇങ്ങോട്ട് അങ്ങനെ നീണ്ട കാലം നടന്നിട്ടുണ്ട്. തലകളുടെയും കൈകളുടെയും കാലുകളുടെയും കൂമ്പാരങ്ങൾ ജെറൂസലേം നഗരത്തിൽ നിന്നും അവക്കിടയിലൂടെ ഒരു പരവതാനി എന്നതുപോലെ നടന്നു കയറുകയായിരുന്നു കുരിശുയോദ്ധാക്കളെന്ന് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയ മുസ്ലിമീങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് ഈ ദിവസം ഒരുക്കി തന്നിരിക്കുന്നു, അതുകൊണ്ട് ആഹ്ലാദിപ്പിൻ, സന്തോഷിക്കിൻ എന്ന് യോദ്ധാവായ അംഗുലേഴ്സ്കാരൻ റെയ്മണ്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് വായിക്കാം. അത്രത്തോളം വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ജസ്റ്റ് ഫ്രാൻകോറം എന്ന് പറയുന്ന ആ ലേഖനത്തിന്റെ വരികളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ ആളുകൾ സോളമന്റെ ദേവാലയത്തിനടുത്ത്, സുലൈമാൻ നബിയുടെ ദേവാലയത്തിനടുത്ത് വെച്ച് പോലും ആളുകളെ വെറുതെ വിട്ടില്ല. അവരെയെല്ലാം കൂട്ടക്കൊല ചെയ്തു. നെരിയാണി വരെ മുങ്ങുന്ന രക്തപ്പുഴയിലൂടെ നീന്തിയാണ് അവരിതെല്ലാം ചെയ്തത് എന്നാണ്. പ്രാകൃതന്മാരെ, അഥവാ മുസ്ലിമീങ്ങൾ ഉദ്ദേശിച്ചാണ്, പ്രാകൃതന്മാരെ കീഴടക്കിയതിനു ശേഷം നമ്മുടെ ആൾക്കാർ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം എല്ലാവരെയും ബന്ദികളാക്കി. ഓരോരുത്തരും ഇഷ്ടപ്രകാരം ബന്ദികളെ കൊല്ലുകയോ അടിമകളാക്കി തീർക്കുകയോ ചെയ്തു എന്നാണ്. സോളമൻ ദേവാലയത്തിൽ അഭയം തേടിയ 10,000 വരുന്ന ആളുകളെ ഒന്നൊഴിയാതെ കൊന്ന് തീർത്തു എന്നുമാണ്. അപ്പൊ ദേവാലയങ്ങൾ, പള്ളികൾ തകർക്കുന്ന, മുസ്ലിം പള്ളികൾ തകർക്കുന്ന, ക്രൈസ്തവ ദേവാലയം തകർക്കുന്ന, ആശുപത്രികൾ ബോംബിടുന്ന, സ്കൂളുകൾ തകർക്കുന്ന, ആശുപത്രിയിലെ രോഗികളെ, നായ്ക്കളെ അഴിച്ചുവിട്ട് കടിച്ച് കൊല്ലിക്കുന്ന ചിത്രമൊക്കെ നിങ്ങൾ ഫലസ്തീന്റെ മണ്ണിൽ കാണുമ്പോൾ നിങ്ങൾ അറിയണം, ഇതെല്ലാം എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ക്രൗര്യം, ക്രൂരത എന്നത് ഈ ആളുകൾക്ക് ശീലമാകും. ഇതാണ് സയനിസം, അഥവാ ഈ പറയുന്ന ജൂത സയനിസവും ക്രൈസ്തവ സയനിസവും ഹൈന്ദവ സയനിസവും ഒക്കെ കൂട്ടുചേർന്ന മുന്നണി. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഖുതുബയിലെ സയനിസത്തിന്റെ തുടർച്ചയെ നിങ്ങൾ വായിച്ചെടുക്കണം. ഇങ്ങനെ കുരിശുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അതിന് രംഗത്ത് വന്ന മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല. നീണ്ട 2 നൂറ്റാണ്ട് കാലത്തെ കുരിശുയോദ്ധാക്കളുടെ ദുർഭരണത്തിൽ നിന്ന് മസ്ജിദ് അക്സയെ, ജെറൂസലേമിനെ, ഫിലസ്തീനെ മോചിപ്പിച്ച അദ്ദേഹമാണ്. 1187 ജൂലൈ 4 ശനിയാഴ്ച ഹിത്തീൻ യുദ്ധത്തിൽ വെച്ച് കുരിശു പടയാളികൾ പരാജയപ്പെട്ടു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ സൈന്യം വിജയിച്ചു. കുരിശുയോദ്ധാക്കളായ നേതാക്കന്മാരാണ് ഗൈ രാജാവും സഹോദരന്മാർക്ക് എല്ലാവരെയും ബന്ദികളായി കൊണ്ടുവന്ന് നിർത്തി സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുമ്പിൽ. അദ്ദേഹം തന്റെ സേവകരോട് പറഞ്ഞ് തണുത്ത വെള്ളം കൊടുക്കാൻ, അങ്ങനെ കുടിക്കാൻ നല്ല പാനി നൽകി സ്വീകരിച്ചു. സലാഹുദ്ദീനെയും മുസ്ലിം പടയാളികളെയും വഞ്ചിച്ച രാജാവിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരനെയും കൂട്ടരെയും മാത്രമാണ് കൊന്നുകളഞ്ഞത്. ഗൈ രാജാവ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും ജയിലടച്ചു, പിന്നീട് വെറുതെ വിടുകയും ചെയ്തു. ഇതാണ് യുദ്ധത്തിന്റെ പരിണിതി. കുരിശുയോദ്ധാക്കൾ ജെറൂസലേമിൽ പുറത്താക്കിയ യഹൂദന്മാരുണ്ടായി. യഹൂദരെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ യുദ്ധത്തിൽ സിനഗോഗിനകത്ത് അടച്ചുപൂട്ടിയ യഹൂദരെ കൊന്നുകളഞ്ഞ ക്രൈസ്തവത, ഈ പറയുന്ന കുരിശ് ക്രൈസ്തവത, കുരിശുദ്ധക്കാർ, അതേ ആളുകൾ പുറത്താക്കിയ യഹൂദരുടെ പിൻഗാമികളെ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ച് ഫിലസ്തീനിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ പുനരധിവസിപ്പിച്ചു. യഹൂദരോട് അങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ പെരുമാറ്റം. സലാഹുദ്ദീൻ അയ്യൂബി ആർത്തൽ വലിയ അംഗീകാരമുള്ള വ്യക്തിയായിട്ട് മാറി. സലാഹുദ്ദീൻ അയ്യൂബി ജെറൂസലേം പിടിച്ചടക്കി എന്നറിഞ്ഞപ്പോൾ പോപ്പ് അർബൻ II യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത്. അർബൻ III ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ സലാഹുദ്ദീൻ അയ്യൂബിയോട് വലിയ വീര ആരാധന ഉണ്ടായി ക്രൈസ്തവർക്ക് വരെ. കാരണം അത്രത്തോളം മാന്യമായിട്ടാണ് അദ്ദേഹം അവരോട് പെരുമാറിയത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത
ഇടപെടൽ കാരണം അദ്ദേഹത്തോട് വലിയ നല്ല മനസ്സുണ്ടായി കുറെ പടയാളികൾക്ക് ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി ഫിലസ്തീൻ തിരിച്ചു പിടിച്ചത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പലർക്കും. അതുകൊണ്ട് പുതുതായി സ്ഥാനമേറ്റ പോപ്പ് ഗ്രിഗറി 8 ഇത് ക്രൈസ്തവർക്കുള്ള ശിക്ഷയാണ്. നമ്മൾ തോറ്റുപോയത് നമുക്കുള്ള ശിക്ഷയാണ് ദൈവത്തിൻ്റെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ വീണ്ടും ഈ ആഹ്വാനം കേട്ടുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചിരുന്ന ക്രൈസ്തവ രാജാക്കന്മാർ വരെ ഒന്നിച്ചു. മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. ഇംഗ്ലണ്ടിലെ ഹെൻറി 2 ഫ്രാൻസിലെ ഫിലിപ്പ് 2 പരസ്പരം യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാർ. പക്ഷെ അവർ ഈ വൈര്യം വെടിഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് ഒന്നായി ഐക്യപ്പെട്ട് പോപ്പിന്റെ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് അവർ ഒന്നിച്ച് യുദ്ധത്തിന് തയ്യാറായി. നേരത്തെ സലാഹുദ്ദീൻ അയ്യൂബി വിമോചിപ്പിച്ച രാജാവുണ്ടല്ലോ, ആ രാജാവ് ഉൾപ്പെടെ ഇവരുടെ കൂടെ ചെന്ന് വലിയ ഒരു സൈന്യം വീണ്ടും സ്വരുക്കൂട്ടി. ആ സൈന്യം ഫിലസ്തീന് എതിരെ രംഗത്ത് വന്നു. പണമുണ്ടാക്കാൻ അവർ സലാഹുദ്ദീൻ ടിത്ത് എന്ന പേരിൽ, സലാഹുദ്ദീൻ നികുതി എന്ന പേരിൽ സലാഹുദ്ദീന് എതിരെ എന്ന ഫോക്കസ് ചെയ്തുകൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ട് വലിയ സംഖ്യ യുദ്ധത്തിന് വേണ്ടി സജ്ജമാക്കിയത്. ഇങ്ങനെ ഒരു ചരിത്രം നമ്മൾ തുറന്ന് പഠിക്കുകയാണ്. ഒരു വലിയ സൈന്യം പുറപ്പെട്ടു ഫലസ്തീൻ. 1190 സെപ്റ്റംബർ 7 യുദ്ധം നടന്നു. കുരിശൈന്യം പരാജയപ്പെട്ടു പോയി. യുദ്ധം തുറന്നുകൊണ്ടിരിക്കെ ഒടുവിൽ 1190 സെപ്റ്റംബർ 2 അന്നത്തെ രാജാവ് സൈനിക റിച്ചാർഡ് എന്ന് പറയുന്ന രാജാവ് സലാഹുദ്ദീൻ അയ്യൂബുമായി സന്ധിയിൽ ഏർപ്പെട്ടു. അങ്ങനെ സന്ധി ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിച്ചു. 2 നൂറ്റാണ്ട് കാലത്തെ യുദ്ധത്തിനൊടുവിൽ അങ്ങനെയാണ് സന്ധി അവസാനിച്ചത്. സന്ധിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ആ സന്ധിയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ജെറൂസലേം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും എന്നാൽ നിരായുധരായ ക്രൈസ്തവരെ അവിടെയുള്ള ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കുമെന്നും സലാഹുദ്ദീൻ അയ്യൂബി രേഖപ്പെടുത്തി. ഇത് നിങ്ങളുടെ കൂടി ഭൂമിയാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഫിലസ്തീൻ അവർക്ക് കൂടി വരാനും പോകാനും പറ്റുന്ന ഇടമായിരിക്കണം. അവിടെ കൂടി പുണ്യകേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവർക്ക് നിരായുധരായി വരാം, നിങ്ങൾക്ക് എപ്പോഴും കടന്നു വരാം, നിങ്ങൾക്കിവിടെ സന്ദർശിക്കാം. അതുകൊണ്ട് ഞങ്ങളിത് അധികാരം കൈവെക്കുമ്പോഴും നിങ്ങളുടെ അവകാശം ഹനിക്കപ്പെടുകയില്ല എന്നും അത് മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും രേഖപ്പെടുത്തി. തോമസ് മഡ്ഡൻ എന്ന ചരിത്ര വക്താവ് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധരംഗത്തായിരിക്കുമ്പോൾ സലാഹുദ്ദീൻ കാണിച്ച മാനവികത അവരെ വല്ലാതെ സ്വാധീനിച്ചു. നമ്മളറിയണം, ചിലപ്പോൾ നമ്മുടെ താടി വെച്ച മൗലവിമാർ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ അബൂ ഉബൈദ ഫാൻസ് ആകരുത് എന്ന്. അങ്ങനെ നിങ്ങൾ കേട്ടു. കേരളത്തിലെ മൗലവിമാർ പ്രസംഗിക്കുന്നതാ. അബൂ ഉബൈദ ഹമാസിന്റെ സൈനിക കമാൻഡർ. അപ്പൊ ഹമാസ് ഉൾപ്പെടെ ബന്ദികളോട് കാണിക്കുന്ന മാന്യത, അവർക്ക് നൽകുന്ന അംഗീകാരം, അവരുടെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ കുരിശ് യുദ്ധകാലം മുതൽ ഇസ്ലാമിന്റെ ചരിത്രവും പഠിക്കണം. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഫാൻസ് ആവരുത് നിങ്ങളെന്ന് അന്നിവരാരും പറഞ്ഞില്ല. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നിലപാട് അവർ അത്രമേൽ സ്വാധീനിച്ചു. 2 നിലപാട് കേൾക്കുക. റിച്ചാർഡ് എന്ന് പറയുന്ന ഈ 2ാം ഘട്ട യുദ്ധത്തിലെ നായകനുണ്ടല്ലോ, സലാഹുദ്ദീൻ അയ്യൂബുമായി സന്ധി ഏർപ്പെട്ട രാജാവ്, ആ രാജാവിന് യുദ്ധസമയത്ത് പനി പിടിച്ചപ്പോ തന്റെ ഡോക്ടറെ വൈദ്യനെ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞയച്ചു. മരുന്നും കൊടുത്തയച്ചു. നല്ല പഴങ്ങളും ശുദ്ധമായ തണുത്തവളും യഥേഷ്ടം കൊടുത്തയച്ചു. രാജാവിന്റെ മനസ്സ് വല്ലാതെയായിപ്പോയി, സൈന്യത്തിന്റെ മനസ്സും വല്ലാതെയായിപ്പോയി. രണ്ടാമതായി യുദ്ധത്തിനുള്ളിൽ റിച്ചാർഡ് രാജാവിന്റെ കുതിര നഷ്ടപ്പെട്ടു പോയി. സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധം നിർത്തിയിട്ട് 2 കുതിരകളെ കൊടുത്തയച്ചു. പിന്നീട് രാജാവ് യുദ്ധം ഈ കുതിരകളുടെ മേല. ഇങ്ങനെ അവരോട് മാനവികമായ നിലപാട്, ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള, ഇത്രയും നിർണായക യുദ്ധത്തിൽ പോലും ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. ആ നിലപാടിന്റെ തുടർച്ചയൊന്നും ഫലസ്തീനിൽ കാണാം. നമ്മൾ ഹമാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്താൻ മാത്രമേ പഠിച്ചുള്ളൂ, നിങ്ങൾ ചരിത്രം പഠിച്ചില്ല. ഇസ്ലാമിന്റെ നിലപാട് നിലനിർത്തിക്കൊണ്ട് മാനവികമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയായിരുന്നു അവർ. സലാഹുദ്ദീൻ അയ്യൂബി നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? റിച്ചാർഡ് എന്ന് പറയുന്ന രാജാവ് സിസിലിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന തന്റെ സഹോദരിയായ രാജ്ഞി ജോനിനെ സലാഹുദ്ദീനയുടെ സഹോദരൻ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഫിലസ്തീന്റെ മണ്ണ് വിട്ടത്. അത്രമേൽ മനുഷ്യ മനസ്സുകളെ ആകർഷിക്കാനും ആ യോദ്ധാവിനും കൂട്ടർ കഴിഞ്ഞു. അപ്പൊ സലാഹുദ്ദീനയുടെ ഫാൻസായി മാറുന്നു അക്കാലത്തെ യുവാക്കളെങ്കിൽ അതൊരു കുറ്റമായിട്ട് കാണുന്നത് എങ്ങനെ? അബൂ ഉബൈദയുടെ ഫാൻസായി മാറുന്നതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ വിനയപുരസ്സരം ചോദിക്കുകയാണ്. ഞാൻ ഇത്രയും ചരിത്രം പലർക്കും താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, ചരിത്രം കൃത്യമായ വെളിച്ചമാണ് നൽകുന്നത്. ചരിത്രം പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ളതാണ്.
അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ ആദം നബിയുടെ കാലം മുതൽ ഇങ്ങോട്ട് പ്രവാചകന്മാരിൽ പ്രഗൽഭരെ നിർത്തിയിട്ട് മനുഷ്യകുലത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ചരിത്രമല്ലേ ഖുർആന്റെ സിംഹഭാഗവും. അപ്പൊ ചരിത്രത്തോട് വിരക്തി ഉണ്ടാകുന്നു എങ്കിൽ, ചരിത്രം കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന അവസ്ഥയിലാണെങ്കിൽ, കേവലം കെട്ടുകഥകളുടെ പൊടുപ്പും തൊങ്ങലും വെച്ച വർത്തമാനങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുകയും ഖുർആൻ മുമ്പിൽ ചരിത്രം പഠിക്കുകയും, അങ്ങനെ ഒരു ചരിത്രത്തിന്റെ പഠനം നിർബന്ധമാണ്. ഈ മിമ്പർ ബോധപൂർവം അത്തരം ചില വിശകലനങ്ങൾ നടത്താറുണ്ട്. അപ്പൊ നിങ്ങൾ അറിയണം, ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഫിലസ്തീൻ യുദ്ധത്തിലേക്ക് വരാൻ. അപ്പോൾ നിങ്ങൾ അറിയണം, ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തോട് നല്ല സ്നേഹത്തോടെ നിലകൊള്ളുന്ന ക്രൈസ്തവ സമൂഹം. അതാണ് ജെറൂസലേമിലെ ക്രൈസ്തവരുടെ മാതൃക പറയാൻ കാരണം. അവർക്കിപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളില്ല. അവർ ഗസയിലെ സഹോദരങ്ങളുടെ തോളോട് തോൾ ചേർന്ന് എല്ലാ ദുരന്തവും അവർ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ ക്രൈസ്തവ സമൂഹം ഖുർആൻ പറഞ്ഞത് വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ സൂറ മാഇദ 82-ാം വചനത്തിൽ പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. നിങ്ങൾക്ക് കാണാം, വിശ്വാസിയുടെ ഏറ്റവും കടുത്ത വിദ്വേഷവും വെറുപ്പും ശാസ്ത്രവും പുറത്തുന്ന ആളുകൾ യഹൂദരും ബഹുദൈവ ആരാധകരുമാണ്. യഹൂദരും പരിവാരങ്ങളുമാണ്. യഹൂദരും ഫാഷിസ്റ്റ് പരിവാരങ്ങളുമാണ്. അതേ ആയത്തിൽ വലതജിദന്ന അഖ്റബഹും മവദ്ദതൻ ലില്ലദീന ആമനു. താങ്കൾക്ക് കാണാം പ്രവാചകരെ, വിശ്വാസിയുടെ ഏറ്റവും സ്നേഹം, അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളായിട്ട് ആരെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ അല്ലദീന ഖാലു ഇന്നാ നസ്വാറ, ഞങ്ങൾ നസ്രാനികളാണ്, നസ്രയത്തുകാരാണെന്ന് പറഞ്ഞ ആളുകളാണ്. നസ്രയത്ത് എന്നാൽ യേശു ജനിച്ച ഇടമാണ്, ജെറൂസലേമിൽ പെടുന്ന സ്ഥലം. അപ്പൊ നസാറ, ഇന്നാ നസാറ, ഞങ്ങൾ നസ്രയത്തുകാരാണ്, ഞങ്ങൾ നസ്രാനികളാണ് എന്ന് പറഞ്ഞ കൂട്ടരങ്ങൾ അക്രബും മവദ്ദത്തൻ, അവർ മുസ്ലിമുടെ ഏറ്റവും നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കും. അതിന്റെ കാരണം കൂടി ഖുർആൻ പറയും. കാരണം അവരിൽ നല്ല ദൈവബോധമുള്ള, പടച്ചവനെ പേടിയുള്ള, സൃഷ്ടാവിനെ പേടിയുള്ള, കർത്താവിനെ പേടിയുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും പാതിരിമാരുമുണ്ട്. വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവരാവട്ടെ അഹങ്കാരികളല്ല. ഖുർആൻ അടിവരുടെ അവർ അഹങ്കാരികൾ. ലോകം അവരുടെ കയ്യിലായിരിക്കണം, കൊന്നായിരുന്നാലും ശരി ഞങ്ങളുടെയാക്കും എന്ന അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളല്ല ഇവർ വിനയത്തിന്റെ ആൾരൂപങ്ങളാണ്. അങ്ങനെ വിനയത്തിന്റെ ആൾരൂപങ്ങളായ പാതിരിമാരും പുരോഹിതന്മാരുമുള്ള ക്രൈസ്തവ സമൂഹം, അവരാണ് നിങ്ങളോട് സ്നേഹമുള്ള കൂട്ടർ. അപ്പൊ രണ്ടിനമുണ്ടെന്ന് വേർതിരിഞ്ഞ് കിട്ടുകയാണ്. വീണ്ടും ഖുർആൻ തുടർന്ന് പറയുന്നു, സൂറ മാഇദ 83-ാം വചനം, വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂലി. എന്താ അവിടെ പ്രത്യേകത? അള്ളാന്റെ റസൂലിന് വഹിയായിട്ട് വന്ന ആയാത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത് കേട്ടാൽ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായിട്ട് ഒഴുകും. ഉള്ളിൽ ദൈവബോധമുള്ളത് കൊണ്ടാ, ഉള്ളിൽ കർത്താവിനെ കുറിച്ച പേടിയുള്ളത് കൊണ്ടാ, ഉള്ളിൽ ആലാഹയെ, അള്ളാഹുവിനെ, അതാണ് ഹീബ്രു ഭാഷ ആലാഹ, ഖുർആന്റെ ഭാഷയിൽ അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ച ഭയമുള്ളത് കൊണ്ടാ. അതുകൊണ്ട് വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂലി, അള്ളാന്റെ റസൂലിന് ഇറക്കപ്പെട്ട ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ തറാ അഅ്യുനുഹും തഫീദു മിനദ്ദം, അവിടെ കണ്ണുനീരണിയും, കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും. ഇമ്മാ അറഫു മിനൽ ഹഖ്, സത്യം അവർക്ക് അറിയുന്നത് കൊണ്ടാണ്, സത്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. യഖൂലൂൻ, എന്നിട്ട് അവർ പ്രാർത്ഥിക്കും, റബ്ബന, ഞങ്ങളുടെ നാഥ, ആമന്ന, ഞങ്ങളിതാ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബിനാ മഅശ് ഷാഹിദീൻ, അതുകൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച സാക്ഷികളിൽ ഞങ്ങളെയും പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന. വീണ്ടും ഖുർആൻ തുടരുന്നു, സൂറ മാഇദ 84-ാം വചനം, വമാ ലനാ ലാ നുഅ്മിനു, അവർ വീണ്ടും പറയും, വമാ ലനാ ലാ നുഅ്മിനു ബില്ലാ, ഞങ്ങൾ എങ്ങനെ അല്ലാഹുവിൽ വിശ്വസിക്കാതിരിക്കും? വമാ ലനാ ലാ നുഅ്മിനു ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായം? വമാ ജാഅനാ മിനൽ ഹഖ്, അല്ലാഹു വന്ന ഈ സത്യത്തിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമുണ്ട്? വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമിസ് സാലിഹീൻ, അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പടച്ചവനെ ആ സജ്ജനങ്ങളുടെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടരെ കാണാമെന്ന് സൂറത്തുൽ മാഇദയിൽ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു ഇനം ക്രൈസ്തവരുണ്ട് കൂട്ടരെ. എന്നാൽ ഈ ആയത്തിനെ വെച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, വേറൊരു ഇത് ക്രൈസ്തവതയെ യഥാവിധി ഉൾക്കൊണ്ട അഹങ്കാരമില്ലാത്ത ദൈവബോധമുള്ള ക്രൈസ്തവരാണ്. അങ്ങനെ ഒരു കൂട്ടരെ ഇന്നും കാണാം, ഈ കേരളത്തിൽ വരെ കാണാം. നമ്മെ സ്നേഹിക്കുന്ന, നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, ധർമ്മത്തിന് സംസാരിക്കുന്ന, അനീതി കാണിക്കാത്ത, മുസ്ലിം ഉന്മൂലനത്തിന് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കേരളത്തിൽ വരെ കാണാം.
അപ്പൊ അങ്ങനെ ഒരു ക്രൈസ്തവ സമൂഹം. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ പക്ഷപാതത്തിന് ശത്രുതരെയും ക്രൈസ്തവ ആൾരൂപങ്ങളാണ്. ഫിലസ്തീനിൽ യഹൂദരെ കുടിയിരുത്തിയ അമേരിക്കൻ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ ആ സംവിധാനം ഉണ്ടല്ലോ, അഹ്സാബ് സഖ്യസേന, അവിടെ നേതൃത്വം കൊടുക്കുന്നവിടെ ക്രൈസ്തവത ഈ പറഞ്ഞ രണ്ടാമത് വിഭാഗമാണ്. അവരാണ് ഇറാഖിൽ 10 ലക്ഷത്തോളം ആൾ കൊന്നിട്ട് ഇറാഖിനെ ഈ കോലത്തിലാക്കാൻ യുദ്ധം നയിച്ചത്. അവർ തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി. അവരാണ് ലോകത്തെ ക്രൂരത കാഴ്ചവെച്ചത്. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളിൽ ഇവിടെ പങ്കാളി നിങ്ങൾ കാണാം. ഇങ്ങനെ അങ്ങ് പഠിച്ചു നോക്കൂ നിങ്ങൾ ചരിത്രം കൃത്യമായി ഖുർആൻ അടിവരുന്ന പോയിന്റിൽ വികസിക്കും. ലോകത്ത് നടന്ന മുഴുവൻ സംഭവഗതികളുടെയും ചരിത്രത്തിന്റെ എപ്പിക് സെന്റർ കൃത്യമായി അടയാളപ്പെടുത്തി ഖുർആൻ. അങ്ങനെ ഒരു ചരിത്ര വിശകലനം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം, തഫ്സീർ വായിക്കുന്ന സഹോദരന്മാർ. അതുകൊണ്ട് രക്തം ചിന്തലിന്റെ അപ്പോസ്തലന്മാരായിട്ട് രംഗത്തുള്ള ഒരു കൂട്ടരെ കാണാം. ഇന്നും അവരാണ് തകർന്നുകൊണ്ടിരിക്കുന്ന, തോറ്റുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ താങ്ങി നിൽക്കുന്ന കൂട്ടർ. അതുകൊണ്ടാണ് ഈ അടുത്ത് UN രക്ഷാസമിതി കൂടിയിട്ട് പ്രമേയം പാസാക്കിയപ്പോ 15 രാഷ്ട്രങ്ങൾ ചേർന്ന ചേരിയിൽ അമേരിക്ക മാത്രം വീറ്റോ ചെയ്ത് യുദ്ധം നിർത്താൻ സമ്മതിക്കാതിരുന്നത്. അത്രയും ക്രൂരത സാധ്യമാകുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം ഖുർആൻ വരച്ചു വെച്ച ഇവിടം മുതൽ അതിന്റെ തുടർച്ച അങ്ങ് കുരിശുദ്ധങ്ങളിലൂടെ ഇപ്പോൾ എത്തിയ ഫിലസ്തീൻ പ്രശ്നം വരെ നിങ്ങൾ വായിക്കണം. അപ്പൊ ലോകാടിസ്ഥാനം നിങ്ങൾക്ക് ഈ സമൂഹത്തെ 2 വിഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഈ വിശകലനവും ചരിത്രം വെച്ച് മുഫസ്സിരിങ്ങൾ പറയുന്നു, ഇന്ന ശർറ വഅദാഇൽ യഹൂദ വന്നസാറൽ മുസ്ലിമീന ലാഹിറൻ. യഹൂദരും നസ്രാനികളും ചേരുന്ന ഒരു ചേരിയുണ്ട് കേട്ടോ. അവിടെ ഒരു ഐക്യസേനയുണ്ട്. അവരുടെ ശത്രുത, മുസ്ലിമുകളുടെ ശത്രുത ഉണ്ടല്ലോ, അത് ലാഹിർ വളരെ പ്രകടമായ ഒന്നാണ്. തിരുനബി നിയുക്തനായ കാലം മുതൽ നമ്മുടെ ഈ നാൾ വരെ അതിങ്ങനെ നിലനിൽക്കുന്നതും തുടർന്നതും കാണാം. ബൽ ഇലാ ഖിയാമിസ് സഅ, അത് ഇതുവരെയല്ല, ഖിയാമത്ത് നാൾ വരെയും തുടരുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആനിലെ ആയാത്തിൽ വെച്ചുകൊണ്ട് മുഫസ്സിർ പറഞ്ഞ വർത്തമാനമാണ്. നമ്മൾ അങ്ങനെ കൺകൂടി ചെയ്യാൻ, അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഉദ്ധരിക്കുന്ന ആയത്താണ് മുഖത്തിൽ ഓതി വെച്ച ആയത്ത്, സൂറ അൽ ബഖറ 120. ലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലത്തഹും. തിരുനബിയോട് പറയാം, നമ്മളോട് പറയാം, ലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ. യഹൂദരും നസ്രാനി ഈ പറഞ്ഞ കൂട്ടരാണ് കേട്ടോ. നല്ല യഹൂദരെ കുറിച്ച് നേരത്തെ പറഞ്ഞു, നല്ല ക്രൈസ്തവരെയും അടയാളപ്പെടുത്തി. അതല്ലാത്തൊരു ടീമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ, യഹൂദരും നസ്രാനികളും താങ്കളുടെ കാര്യത്തിൽ തൃപ്തനാവില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, അവരുടെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റാത്ത കാലത്തോളം നിങ്ങൾ അവരുടെ കൂടെ ചേരണം. നിങ്ങളുടെ മതം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോ, നിങ്ങൾ കേവലം കാനേഷുമാരി മുസ്ലിമീങ്ങളായോ, അവിടെ താല്പര്യങ്ങൾ മാനിക്കുന്ന അവസ്ഥയിലേക്ക് വളരണം. ഈ താല്പര്യങ്ങൾ മാനിക്കാൻ പോകുന്നിടത്താണ് നമ്മുടെ പല രാഷ്ട്രങ്ങൾക്കും മിണ്ടാൻ കഴിയാതെ പോയത്. അവർ തന്നെ നോർമലൈസ് ചെയ്തു. ഫിലസ്തീൻ ഇപ്പോഴൊരു മുഖ്യ വിഷയമായില്ല. ആളുകൾ ചോദിക്കോ എന്ന് പേടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നല്ലാതെ നിലപാടില്ല. ഹൂത്തികൾക്ക് സാധ്യമാകുന്നത് വൻകിട രാഷ്ട്രങ്ങൾക്ക് സാധ്യമായില്ലത്രേ. അവരുടെ പ്രദേശത്തൂടെ കപ്പല് പോകാൻ പാടില്ല ഇസ്രായേൽ തീരുമാനിച്ചു. ലോകം മുട്ടുമടക്കി, ബിസിനസ് പൊളിഞ്ഞു. അത്ര പോലും, അതൊരു രാഷ്ട്രമൊന്നുമല്ല, ഒരു സംഘമാണ്. അത്ര പോലും സാധ്യമായില്ലത്രേ. മലേഷ്യ അവിടേക്ക് വരുന്ന ഫ്ലൈറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ തുറമുഖത്ത് ഇനി ഇസ്രായേലിന്റെ കപ്പൽ അടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത്രയെങ്കിലും സാധ്യമാകേണ്ട. അതിന് ഏഷ്യൻ രാജ്യമാണ്. അപ്പുറത്ത് ജസീറത്തുൽ അറബിലുണ്ടല്ലോ ഒരുപാട് തമ്പ്രാക്കന്മാർ. നിങ്ങളുടെ കപ്പൽ തുറമുഖങ്ങളും നിങ്ങളുടെ വിമാനത്താവളങ്ങളും എന്തേ നിങ്ങൾക്ക് നിലപാടില്ലാതെ പോയത് എന്ന് നമ്മൾ ചോദിക്കണം. അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ചെയ്തേ പറ്റൂ ഈ പുതിയ കാലത്ത്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, നിങ്ങളിങ്ങനെ അവരുമായി ഒത്തുനിന്നുകൊണ്ട് മുന്നോട്ട് പോയാലും നിങ്ങളോട് അവരങ്ങ് സ്നേഹത്തോടെ പെരുമാറില്ല. നിങ്ങളുടെ മതം ഇല്ലാതാക്കി, നിങ്ങളുടെ മതത്തെ കൈയൊഴിഞ്ഞ് നിങ്ങൾ അവിടെ സംസ്കാരത്തിന്റെ ഭാഗമായി അവരോട് ഒത്തുകളിക്കും കാലം വരെ ലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ, യഹൂദരും നസ്രാനികളും നിങ്ങളെ തൃപ്തിപ്പെടില്ല, നിങ്ങളെ സന്തോഷത്തോടെ അംഗീകരിക്കില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, നിങ്ങളുടെ മതം സ്വീകരിക്കും വരെ. കുൽ, പ്രവാചകനോട് പറഞ്ഞു കൊടുക്കണം ഈ സമൂഹത്തോട്, ഇന്ന ഹുദല്ലാഹി വൽ ഹുദ, അള്ളാന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. ഇസ്ലാം വിട്ട്, ഇസ്ലാമിനെ വഞ്ചിച്ച് മുസ്ലിം പ്രശ്നങ്ങൾ മുഖ്യ വിഷയമാക്കാതെ നിങ്ങൾ മുന്നോട്ട് ഈ പോക്ക് കാപ്പട്യമാണ്.
അത് അള്ളാന്റെ ഹിദായത്തിന്റെ ഭാഗമല്ല. കുൽ ഇന്ന ഹുദല്ലാഹി വൽ ഹുദ, അറിയണം അള്ളാന്റെ ഹിദായത്ത് അത് മാത്രമാണ് ഹിദായത്ത്, ഇസ്ലാമാണ് ശരിയായ മാർഗം. നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഇനി നിങ്ങൾ അവരുടെ ഇഷ്ടം പിൻപറ്റാൻ പോവുകയാണെങ്കിൽ, ഇനി താങ്കൾ അവരുടെ ഹവ ഇച്ഛയെ പിൻപറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായ ഇസ്ലാമിന്റെ അറിവ് വന്നു കിട്ടിയ ശേഷവും നിങ്ങൾ അവരോട് ഒത്തുനിൽക്കാനാണ് തീരുമാനമെങ്കിൽ, മാലക മിനല്ലാഹിം വലിയും വലാ നസീർ, നിങ്ങൾക്ക് രക്ഷകനായി അള്ളയുണ്ടാവില്ല, വലിയായി സംരക്ഷണ അള്ള ഉണ്ടാവില്ല, വലാ നസീർ സഹായം അള്ള ഉണ്ടാവില്ല. അള്ളാഹു നിങ്ങളുള്ള ബന്ധം വിട്ടുകളയും. നിങ്ങളുടെ നമസ്കാരത്തിന്റെ അക്കാര്യത്തിന്റെ എണ്ണം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ചാരിറ്റി കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ, ഇത്തിരി ഗൗരവത്തോടെ പഠിക്കണമെന്ന ഒരുപാട് വിഷയങ്ങൾ. നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്. ഒരു ചരിത്ര വിശകലനം പോലും മിമ്പല സമയത്ത് സാധ്യമാവില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, ഒരു ഓട്ടപ്രദർശനത്തിലൂടെ ഈ വസ്തുതയായിട്ട് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന ധർമ്മത്തിന് ക്രൈസ്തവരുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാവണം. അവരോട് നമുക്ക് സ്നേഹം, അവരും നമ്മൾ ഒന്നാണ്, ഒരേ ധാരയിലാണ്. ഫിലസ്തീന്റെ മണ്ണിൽ അതിന്റെ കൃത്യമായ ചിത്രമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ക്രിസ്മസിന് ആഘോഷമില്ലാതായത്. അതേസമയം ഫിലസ്തീനിലെ ഗസയിലെ കൂട്ടക്കൊലകൾ സന്തോഷിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട. ഇതെല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച പാഠമാണ്. നിങ്ങൾ ഖുർആൻ വായിക്കുവിൻ, ചരിത്രം പഠിക്കുവിൻ, നിങ്ങൾക്ക് കരുത്ത് കിട്ടും. ആ കരുത്താണ് ഗസക്കാരുടെ കരുത്ത്. ആ കരുത്തിൽ കുരുക്കുമ്പോഴേ നമുക്ക് ഈമാനും ഹിദായത്തും സാധ്യമാകൂ. അതുകൊണ്ട് തിരിച്ചറിവിന്റെ പാഠങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളായ ഗസ നിവാസികളെ ഫിലസ്തീൻ നിവാസി അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു കരുത്ത് നൽകുമാറാവട്ടെ. അവരുടെ വിജയം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ഇவ்விதം അവരുടെ നാശം കൊതിക്കുന്ന സകല ശക്തികളെയും തമ്പുരാൻ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന, മുസ്ലിം ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅ അദ്ദീൻ, അല്ലാഹുമ്മ ഫത്തിക് ശംലഹും വഫരിക് ജംഅഹും വമസ്സിഖ്ഹും കുല്ല മുമസ്സഖൻ യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.